ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്വർണ്ണവിലയുടെ ഈ ആഴ്ചത്തെ വിലവിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണവിലയിൽ വളരെ വലിയ ചാഞ്ചാട്ടങ്ങൾ കണ്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. ഡെയിലി സ്വർണ്ണവില അപ്ഡേറ്റുകൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണവില ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് 72,120 അതായത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 22 ചൊവ്വാഴ്ച ഈ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരമായി 74,320 ടച്ച് ചെയ്തു. ഏകദേശം 2,000 രൂപയിൽ അധികമാണ് ആ ഒറ്റ ദിവസം കൊണ്ട് കൂടിയത്. പക്ഷെ പിന്നീട് പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നതാണ് കണ്ടത്. 23 72,120 പിന്നീട് 24 അതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ് 72,040 കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രൈസ് നിലനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 25 26 പ്രൈസിൽ വലിയ മാറ്റങ്ങളില്ല. ഇനി ഈ ആഴ്ചത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നടന്നത് ആ 22 ഉണ്ടായ വലിയൊരു ഹൈക്ക് തന്നെയാണ്. 2,200 രൂപയാണ് ആ ഒറ്റ ദിവസം കൊണ്ട് കൂടിയത്. 72,120 നിന്ന് 74,320 അന്ന് വർദ്ധിച്ചത്. പക്ഷേ ഈ മാസം ഇപ്പോൾ നെറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 80 രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ആഴ്ചയുടെ സ്റ്റാർട്ടിങ് ഏപ്രിൽ 21 72,120 സ്വർണ്ണവിലയിലുണ്ടായ ഈ വലിയ ചാഞ്ചാട്ടത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ 1-2 വീഡിയോകളിലായി പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള ഗ്ലോബൽ ട്രേഡ് വാർ, അതിൻ്റെ അൺസർട്ടിനിറ്റി തന്നെയാണ് ഒന്നാമത്തെ കാരണം. ആദ്യം ട്രംപ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കെതിരെയും താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അതിൽ നിന്നും മിക്ക രാജ്യങ്ങളുടെയും താരിഫ് പിൻവലിച്ചെങ്കിലും ചൈനയ്ക്കെതിരെ താരിഫ് അപ്പോഴും നിലനിർത്തിയിരുന്നു. ചൈന വീണ്ടും അതിനെതിരെ US നിന്നുള്ള ഇമ്പോർട്ടിനും താരിഫ് ഏർപ്പെടുത്തി. അതിനെതിരായിട്ട് വീണ്ടും US തിരിച്ചും താരിഫ് ഏർപ്പെടുത്തി. അങ്ങനെ ചൈനീസ് ഗുഡ്സിന് മേലുള്ള US താരിഫ് ഏകദേശം 145%, തിരിച്ച് ചൈന US ഗുഡ്സിന് മുകളിൽ 125% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു ട്രേഡ് വാർ കാരണം തന്നെ ഗ്ലോബൽ ഒരു ടോ ഡൗൺ ഉണ്ടാവുന്നുള്ള കാര്യം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർ മറ്റു നിക്ഷേപങ്ങളിൽ നിന്ന് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ച് സ്വർണ്ണം പോലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഡോളർ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ വീക്കാവുന്നുണ്ട്. ഡോളർ വീക്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ നല്ല രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതും സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.